പ്രദേശത്തെ സംവിധായകരുടെ എണ്ണത്തിന്റെ 10% ഗ്രാമസഭയുടെ യോഗങ്ങൾ വിളിച്ചുകൂട്ടുന്ന നടത്തുന്നതിനെ സംബന്ധിച്ച നടപടികളുടെ ക്രമങ്ങൾ നിർണ്ണയിക്കുന്ന അപ്രകാരമായിരിക്കും. എന്നാൽ 10% കോറം തികയാതെ മാറ്റിവെക്കുന്ന ഗ്രാമസഭയുടെ യോഗം വീണ്ടും കൂടുന്നതിന് ഉള്ള കോറം 50 അത് 50 എണ്ണമാണെന്ന് പറഞ്ഞ് അവർ എന്ത് ചെയ്യാറുണ്ട്? ഗ്രാമസഭ നടത്താറുണ്ട്. 50% എന്ന് പറഞ്ഞ് തർക്കമുണ്ടാകലുമുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് നിയമസഭയോ പഞ്ചായത്തോ ഹൈക്കോടതിയോ ഒന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തർക്കമുള്ള വിഷയമാണ്. അത് പ്രസിഡന്റ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ പഞ്ചായത്ത് ഗ്രാമസഭയുടെ യോഗത്തിൽ പങ്കെടുക്കണം. പ്രസിഡന്റ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കണം. അപ്പുറവും ഇപ്പുറമുള്ള വാർഡ് മെമ്പർമാർ പങ്കെടുക്കണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഗ്രാമസഭയുടെ കോർഡിനേറ്ററായി ഗ്രാമപഞ്ചായത്ത് നാമനിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥൻ ഗ്രാമസഭയുടെ യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നതിനും അവയുടെ നടത്തിപ്പിനും തീരുമാനം മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതും നടപടിക്രമങ്ങളിൽ കൺവീനറെ സഹായിക്കേണ്ടതുമാണ്. അപ്പം മിനിറ്റ്സ് എഴുതുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, വാർഡ് മെമ്പർമാരല്ല. ആരാ? അവിടുത്തെ ഉദ്യോഗസ്ഥനാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രസിഡന്റ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥൻ ഗ്രാമസഭയുടെ യോഗത്തിൽ പങ്കെടുക്കേണ്ടതും ഗ്രാമസഭയുടെ കോർഡിനേറ്ററായി പഞ്ചായത്ത് നാമനിർദ്ദേശം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഗ്രാമസഭയുടെ യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നതിനും അവയുടെ നടത്തിപ്പിനും തീരുമാനങ്ങൾ മിൽസ് രേഖപ്പെടുത്തുന്നതിനും തുടർ നടപടികൾക്കും കൺവീനർ സഹായിക്കേണ്ടതാണ്. അപ്പോ അടുത്തത്, ഇത് നമ്മൾ ഇന്നലെ പറയാത്തതാണ്. ഗ്രാമസഭയ്ക്ക് ഏതെങ്കിലും പ്രശ്നങ്ങളെയും പരിപാടികളെയും സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടത്തുന്നതിനും പദ്ധതികളുടെയും അതിന്റെ തീരുമാനങ്ങളുടെയും ഫലപ്രദമായി നടപ്പാക്കലിനും അതിന്റെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അഭിവൃദ്ധിപ്പെടുന്നതിനും പൊതുവായതോ പ്രത്യേകമായതോ ആയ സബ് കമ്മിറ്റികളെ നിയമിക്കാവുന്നതാണ്. അതിനൊക്കെ പരിപാടിയെ ചുരുക്കി അങ്ങ് പറയാം. ഇപ്പം ഉദാഹരണം, പഞ്ചായത്തിൽ എത്ര തരം ഫണ്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയാവുന്നവരുണ്ടോന്ന് എനിക്കറിയത്തില്ല. പഞ്ചായത്തിലെ ആദ്യത്തെ ഫണ്ട് സംസ്ഥാന ഫണ്ട് എന്ന് പറയും. അപ്പൊ കേന്ദ്ര ഫണ്ട് വേറെ ഉണ്ടല്ലോ. കേന്ദ്ര ഫണ്ട്, സംസ്ഥാന ഫണ്ട്. അടുത്ത റോഡ് ഫണ്ട്, റോഡിതര ഫണ്ട്. പിന്നെ പൊതു ഫണ്ട്, സ്പെഷ്യൽ ഫണ്ട്, ലോകബാങ്ക് ഫണ്ട്, പട്ടികജാതി ഫണ്ട്, പട്ടികവർഗ ഫണ്ട്. ഇതിപ്പോ ഞാൻ കാണാതെ പറയുന്നതാ, എന്റെ ഈ ബഡ്ജറ്റ് ഒന്നും ഇപ്പൊ ഇരിപ്പില്ല. ഇത്രയും ഫണ്ടുകൾ വരും. ഈ ഫണ്ടിന് ഓരോ സബ് കമ്മിറ്റികളെ വെക്കും. അങ്ങനെ സബ് കമ്മിറ്റികളെ വെക്കാമെന്നാണ് എവിടെ പറയുന്നത്? 3A6 പറയുന്നത്. എന്താ പറഞ്ഞേ? ഗ്രാമസഭയ്ക്ക് ഏതെങ്കിലും പ്രശ്നങ്ങളുടെയും പരിപാടികളെയും സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടത്തുന്നതിനും പദ്ധതികളുടെയും അതിന്റെ തീരുമാനങ്ങളുടെയും ഫലപ്രദമായ നടത്തിപ്പിലേക്ക് അതിന്റെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അഭിവൃദ്ധിക്കും വേണ്ടി പൊതുവായതോ പ്രത്യേകമായതോ ആയ സബ് കമ്മിറ്റി വെക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രദേശത്ത് OBC വിഭാഗങ്ങളുണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗങ്ങളുണ്ടെന്ന് കരുതുക. ഇപ്പൊ പട്ടികജാതി ഫണ്ടിന്റെ സബ് കമ്മിറ്റിയിലേക്ക് പട്ടികജാതിക്കാരെ എല്ലാവരെയും കൊടുക്കും. പട്ടികജാതിക്കാര് റോഡ് ഫണ്ടിലോ റോഡിതര ഫണ്ടിലോ കുടിവെള്ള പദ്ധതിയിലോ ഒന്നും ആയിരിക്കത്തില്ല, മെമ്പർ ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ അല്ല ചെയ്യണം. വനിതകളെയും പട്ടികജാതിക്കാരെയും എല്ലാ സബ് കമ്മിറ്റിയിലും ഉൾപ്പെടുത്തും. ചില സബ് കമ്മിറ്റിയിൽ 50% വനിതകൾ വേണമെന്ന് ഉണ്ട്. ഇത് താഴോട്ട് വരുമ്പോൾ പഠിക്കാം. സബ് കമ്മിറ്റികളെയും തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ രൂപീകരിക്കുകയോ ചെയ്യേണ്ടതാണ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ ഒരു നിർദ്ദേശം വന്നാൽ 10:30 വരെ ക്ലാസ് എടുക്കാതെ 10 മണിക്ക് ക്ലാസ് നിർത്തിയിട്ട്